അനുദിന വിശുദ്ധർ, പേജ് 420. ഒക്ടോബർ 6. വിശുദ്ധ ബ്രൂണോ. ജീവിതകാലം 1030 മുതൽ 1101 വരെ. ബ്രൂണോ ജർമ്മനിയിൽ കൊളോൺ നഗരത്തിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. റീംസിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും മഹത്വം എന്ന് വിളിക്കപ്പെടത്തക്ക വിധം ബ്രൂണോ പണ്ഡിതനായിരുന്നു, ദൈവഭക്തനുമായിരുന്നു. റീംസിലെ മെത്രാന്റെ വക ഒരു വിദ്യാലയത്തിൽ അദ്ദേഹം കുറേ നാൾ പഠിപ്പിച്ചിരുന്നു. അക്കാലത്ത് ബ്രൂണോ റീംസ് രൂപതയുടെ താങ്ങായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. 45 വയസ്സുള്ളപ്പോൾ ബ്രൂണോ റീംസ് രൂപതയുടെ ചാൻസലറായി. 7-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പായുടെ താൽപ്പര്യമനുസരിച്ച് വൈദികരുടെ വിശുദ്ധീകരണത്തിനായി അദ്ദേഹം അധ്വാനിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് താൻ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നതായി ബ്രൂണോ ഒരു സ്വപ്നം കണ്ടു. ലാൻഡ്വിൻ, സ്റ്റീഫൻ തുടങ്ങിയ കൂട്ടുകാരോടുകൂടി 1048 ഗ്രനോബിളിൽ പോയി അവിടുത്തെ ബിഷപ്പ് വിശുദ്ധ ഹ്യൂഗിനോട് അദ്ദേഹത്തിൻ്റെ രൂപതയിൽ ഒരു വിജന പ്രദേശത്ത് അധ്വാനത്തിലും പ്രാർത്ഥനയിലും ജീവിക്കുവാൻ കുറേ സ്ഥലം വിട്ടുകൊടുക്കാൻ അഭ്യർത്ഥിച്ചു. പുണ്യവാനായ മെത്രാൻ ചാർത്രൂസ് എന്ന വിജന പ്രദേശം അവർക്ക് ദാനം ചെയ്തു. അതാണ് കർത്തൂസ്യൻ സഭയുടെ ആരംഭം. സഭയുടെ നാമം ഈ സ്ഥലത്തിൻ്റെ പേരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ബ്രൂണോ അവിടെ ഒരു പ്രാർത്ഥനാലയം നിർമ്മിച്ചു. ഓരോ സന്യാസിക്കും വെവ്വേറെ കൊച്ചുമുറികൾ ഉണ്ടാക്കി. കാലത്തും വൈകുന്നേരവും കാനോന നമസ്കാരത്തിന് മാത്രം അവർ ഒരുമിച്ച് കൂടിയിരുന്നു. ശേഷം സമയമെല്ലാം ഏകാന്തമായ പ്രാർത്ഥനയും അധ്വാനവും മാത്രം. പ്രധാന തിരുനാളുകളിൽ അവർ ഒരുമിച്ച് ഭക്ഷിച്ചിരുന്നു. പുരാതന കയ്യെഴുത്ത് പ്രതികൾ പകർത്തുകയായിരുന്നു അവരുടെ പ്രധാന ജോലി. 6 കൊല്ലത്തിനു ശേഷം ബ്രൂണോയുടെ വിശുദ്ധിയെപ്പറ്റി കേട്ട ഉർബൻ 2-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ റോമിലേക്ക് വിളിച്ചു. ചാർത്രൂസിൽ എന്ന പോലെ റോമായിലും ബ്രൂണോ വിശുദ്ധ ജീവിതം നയിച്ചു. എങ്കിലും നഗരത്തിലെ ബഹളങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏകാന്തതയെ ഭഞ്ജിച്ചിരുന്നു. പല സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് അവസാനം അദ്ദേഹം നഗരം വിട്ടുപോകാൻ അനുവാദം വാങ്ങി കലാബ്രിയയിലേക്ക് മടങ്ങി. കഠിനമായ ജീവിതനിഷ്ഠയാണ് കർത്തൂസ്യൻ സഭയുടേതെങ്കിലും 71-ാമത്തെ വയസ്സിലാണ് ബ്രൂണോ അന്തരിച്ചത്. പ്രവർത്തനങ്ങളുടെ ആവശ്യം എത്രയും പ്രാധാന്യമുള്ളതായാലും ധ്യാനാത്മകമായ സന്യാസ സഭകൾക്ക് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൽ അമൂല്യമായ സ്ഥാനമുണ്ടെന്നുള്ള വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രഖ്യാപനം കർത്തൂസ്യൻ സഭ അന്വർത്ഥമാക്കുന്നുണ്ട്. വിചിന്തനം. നിത്യരാജ്യമേ, അന്ത്യമില്ലാത്ത യുഗങ്ങളുടെ രാജ്യമേ, വിശുദ്ധരുടെ ആത്മാക്കൾ നിത്യാനന്ദത്തോടെ വിശ്വസിക്കുന്നതും വിലാപവും സങ്കടവുമില്ലാത്ത രാജ്യമേ, എന്ന് ഞാൻ സർവേശ്വരൻ്റെ അടുക്കലെത്തും. വിശുദ്ധ അഗസ്റ്റിൻ.